ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. BJPയുടേത് മതസാമുദായിക ധ്രുവീകരണത്തിലൂടെ അധികാരം സുരക്ഷിതമാക്കാനുള്ള ശ്രമമെന്ന് AIYF. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യവുമായി AIYF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ സംഘടിപ്പിച്ച യുവസംഗമം CPI ജില്ലാ കൌൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യുവജന പ്രസ്ഥാനമാണ് AIYF എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ശേഷിയും കരുത്തുമുള്ള യുവജന പ്രസ്ഥാനമാണ് AIYF എന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല സമരങ്ങളും ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി അതിശക്തമായ സമരങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ് AIYF. നമുക്കറിയാം, ചെറുപ്പക്കാരന്റെ ഏറ്റവും സുപ്രധാനമായ അവകാശമാണ് തൊഴിലെടുക്കാനുള്ള അവകാശം. അഭ്യസ്ത വിദ്യനായി പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന്റെ മുന്നിൽ സർക്കാർ വാതായനങ്ങൾ തുറക്കപ്പെടണമെന്നും അവൻ പഠിച്ചതനുസരിച്ചുള്ള തൊഴിൽ നൽകാൻ ഭരണകൂടത്തിന് കടമയുണ്ട് എന്ന തിരിച്ചറിവുമുള്ള യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ 1980-കളിൽ തൊഴിലല്ലെങ്കിൽ ജയിലെന്ന മുദ്രാവാക്യവുമായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ അണിനിരത്തിയ യുവജന പ്രസ്ഥാനമാണ് AIYF. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഇന്ന് 18 വയസ്സെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വോട്ടവകാശം, ആ വോട്ടവകാശത്തിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം നടത്തിയ പാർട്ടിയും യുവജന പ്രസ്ഥാനവുമാണ് നമ്മൾ. അതാണ് AIYF എന്ന യുവജന പ്രസ്ഥാനത്തെ മറ്റു പല യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നവും വ്യത്യസ്തവുമാക്കുന്നത്. ഞാൻ എല്ലാ ചരിത്രത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തെ നിരന്തരം തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ഭരണകാലയളവിൽ സ്വീകരിക്കുന്നത്. മതസാമുദായിക ധ്രുവീകരണത്തിലൂടെ അധികാരം സുരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് RSS നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റേത്. സർക്കാരിനെതിരെ ഉയരുന്ന ജനരോഷത്തെ ദുർബലപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച ആയുധമെന്ന നിലയിൽ വർഗീയതയെ സമർത്ഥമായി ഉപയോഗിച്ചും ഭരണഘടനയുടെ അടിസ്ഥാന ഭാവത്തെ അട്ടിമറിച്ചും കൊണ്ടാണ് അവർ നിലവിൽ പ്രവർത്തിക്കുന്നത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ സ്വീകരിച്ച നടപടി RSSന്റെ നികൃഷ്ടമായ വർഗീയ വിദ്വേഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AIYF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാരൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ, AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KR സത്യൻ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ KS സുകുമാരൻ, ദീപ S നായർ, CPI പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി MS സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.